ഇന്റലിജൻസ് സംശയത്തിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതാട്ടോ. ഇതിൻ്റെ അകത്ത് പ്രിന്റ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട്, അതായത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഇപ്പോഴത്തെ ഒരു സമ്മർ സീസണിന് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്തേക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രിന്റുകളെല്ലാം ഡിഫറെൻ്റ് ആണ്, കളേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. ഇതിന് ടോപ്പും ബോട്ടവും എല്ലാം നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്, ദുപ്പട്ട പ്യുവർ ഷിഫോൺ മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജയ്പൂർ പ്രൊഡക്ഷൻ തന്നെയാണ് കേട്ടോ. സെപ്പറേറ്റ് മാത്രമേ വാഷ് ചെയ്യുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ്. കളർ വരുന്നത് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഓവർ മെറൂൺ ആയിട്ട് തോന്നിക്കും. ഇതൊരു ഡസ്റ്റി മെറൂൺ കളറാട്ടോ, ഭയങ്കര ഓവറായിട്ടുള്ള കളറല്ല, പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ബോർഡറിന് ഇതുപോലൊരു ഡിസൈൻ ഉണ്ട്. ഈ ബോർഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ നെക്കിലോ കയ്യിലോ അല്ലെങ്കിൽ താഴെ ബോർഡറായിട്ടൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഇതിന് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാലൻസ് നോർമൽ രീതിയിൽ തയ്ക്കാനാണെങ്കിലും നല്ല ലെങ്ത് കിട്ടുന്ന ഐറ്റം തന്നെയാണ്. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ബോട്ടം ആണെങ്കിൽ പോലും നല്ല കോട്ടൺ ഫാബ്രിക്, അതായത് ടോപ്പിൻ്റെ സെയിം ക്വാളിറ്റി തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത് വെച്ചിട്ടാണെങ്കിലും ടോപ്പ് വേണമെങ്കിൽ തയ്ക്കാം. നിങ്ങൾക്ക് അത് വെച്ച് എക്സ്ട്രാ ചെറിയ യോക്ക് പോർഷനോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് AE 565, റേറ്റ് 1380, 1380. ഇത് പ്യുവർ ഇൻഡിഗോ തന്നെയാണ്. നല്ല ഒരു കളർ കോമ്പിനേഷൻ ഇല്ലേ ഇൻഡിഗോയ്ക്കകത്ത്. ഇതിൻ്റെ അകത്ത് എല്ലാം ഡൈയിങ് ഒരേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. സെപ്പറേറ്റ് മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ. പറ്റുവാണെങ്കിൽ ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ എന്തായാലും പ്രത്യേകം ശ്രദ്ധിച്ചോണം. പ്യുവർ കോട്ടൺ ആണ്, പ്രത്യേകിച്ച് ഈ ബ്ലൂ കളർ പ്യുവർ ഇൻഡിഗോ. ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഡൈയിങ് ആണ്. അത് ഡൈയിങ്ങിൻ്റെ അകത്ത് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ ശകലം കളർ പോകുന്നതായിട്ട് തോന്നിക്കുന്നത്. പക്ഷേ കളർ പോകുന്നത് മെറ്റീരിയൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ. അതിൻ്റെ അകത്ത് എക്സസ് ആയിട്ട് വരുന്ന കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള ആ ഒരു ഡൈ അങ്ങ് പോകുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒറ്റ നമ്മുടെ സ്ഥലങ്ങളിലെ വെള്ളത്തിൻ്റെയൊക്കെ വേരിയേഷനിൽ അങ്ങനെ ചില സ്ഥലങ്ങളിലെ വെള്ളത്തിൽ കുറച്ചുകൂടെ കൂടുതൽ കളർ പോകും, അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇൻഡിഗോ എന്ന് പറയുന്നത് എന്താണേലും നിങ്ങൾ ഡ്രൈ വാഷ് തന്നെ ചെയ്യണം. ഇൻ കേസ് ഡ്രൈ വാഷ് അല്ല എന്നുണ്ടെങ്കിൽ കളർ ഗാർഡെങ്കിലും യൂസ് ചെയ്തിരിക്കണം. എന്തായാലും ഇൻഡിഗോയെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ ഒന്നിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത്. ബോട്ടം സെയിം തന്നെ ഇൻഡിഗോ മെറ്റീരിയൽ തന്നെയാണ്. ഇതിനകത്ത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് സാധാരണ ഇതിൻ്റെ അകത്ത് വരുന്ന പോലെ തന്നെ ഈ ഒരു എന്താ പറയുക നെഗറ്റീവ് പോലെ ആ ഒരു രീതിയിലാണ്. ഒരുപാട് അങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഡിസൈൻ ആയിട്ടല്ല വരുന്നത്. അപ്പോൾ ഇത് ടോപ്പ്, മറ്റേത് ബോട്ടം ബേസ്. ബോട്ടം എടുത്തിട്ടും ടോപ്പ് വയ്ക്കുന്നവരുണ്ട്. എങ്ങനെ തയ്ച്ചാലും നല്ല കേട്ടോ. ഇത് പ്യുവർ ഷിഫോൺ ആണ്, നമുക്ക് ക്രേപ്പിൻ്റെ മെറ്റീരിയലേ അതാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. നല്ല സുഖമാട്ടോ, നമുക്ക് ഇടാൻ ഭയങ്കര സുഖമുള്ളൊരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെയും തയ്ക്കാൻ പറ്റും, കാരണം നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. ലൈനിങ് ഇട്ട് തയ്ച്ചാൽ കുറച്ചുകൂടെ നല്ലത്, നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ നമ്പർ AE 563, റേറ്റ് സെയിം ആണ് 1380. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതൊരു ലാവണ്ടർ മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളാണ്. അപ്പോൾ ഇതൊരു ട്രീ പാറ്റേണിലാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം തിരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പം മേളിൽ നിന്ന് കട്ട് ചെയ്ത് തിരിച്ചാക്കിയിട്ട് വേണം ബാക്ക് സൈഡിലൂടെ വെട്ടുന്നത്. അത് തയ്ക്കുന്നവരോടൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട പ്യുവർ ക്രേപ്പിൻ്റെ ഫാബ്രിക്. അപ്പോൾ ഈ ഒരു മോഡൽ ഇടാൻ തന്നെ ഇഷ്ടമുള്ളവരുണ്ട്, നല്ലതായിട്ട് കോട്ടൺ മാത്രമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുറച്ച് സ്പെഷ്യലായിട്ട് ഡിസൈൻസ്, അത് ഞാൻ പറഞ്ഞില്ലേ എല്ലാം വേറെ വേറെയാണ്. നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ലെങ്ത്ത് കിട്ടുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിനും ബോർഡർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ബോർഡറും വെച്ചിട്ടുണ്ട്. നമ്പർ AE 562, റേറ്റ് 1380. നെക്സ്റ്റ് വരുന്നത് ഒരു റയർ കളറാണ് കേട്ടോ. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്നതാണെങ്കിൽ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഫുള്ളായിട്ട് ബോട്ടത്തിന് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ നല്ല രസമുള്ള പ്രിൻ്റ് ആട്ടോ. ബോർഡറിനൊക്കെ ആണെങ്കിലും ഇത് ഈ ബോർഡർ എടുത്ത് ചെയ്യാം കേട്ടോ. നമ്മുടെ രണ്ട് സൈഡിൽ നമുക്ക് ആ സ്ലിറ്റൊക്കെ ഇടുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലായിട്ടോ, അല്ലെങ്കിൽ എങ്ങനെ തയ്ച്ചാലും നല്ലതാണ്. താഴെ ബോർഡറായിട്ട് കൊടുത്താലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത്. സെയിം നല്ല കോട്ടൺ ഫാബ്രിക്കാണ്, ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് പീസ് മാത്രം എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിൽ പ്യുവർ ക്രേപ്പാണ് ഫാബ്രിക്. ഇതിൻ്റെ നമ്പർ വരുന്നത് AE 564, റേറ്റ് 1380.